2010 ഒരു റോ എപ്പിസോഡിൽ ജോൺസിനെയും CM പങ്കും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നു. ആ മത്സരം കഴിയാനായി നിൽക്കുന്ന സമയത്ത് NXTയിൽ നിന്നും കുറച്ച് പിള്ളേർ വരുന്നു. അവരെല്ലാവരും കൂടി വന്നുകൊണ്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു. ജോൺസിനെയും CM പങ്കിനെയും കമന്റേറ്റേഴ്സിനെയും അനൗൺസേഴ്സിനെയും അങ്ങനെ എല്ലാവരെയും. WWEയിലെ ഒരൊറ്റ ഒഫീഷ്യൽ പോലും ബാക്കിയില്ലായിരുന്നു ഇവരുടെ അറ്റാക്ക് കിട്ടിയിട്ട്. അങ്ങനെ അവിടെ മുഴുവൻ കുളം തോണ്ടിയിട്ട് അവന്മാർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നീട് കുറച്ച് ആഴ്ചകളിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ കുറച്ച് പിള്ളേരുടെ താണ്ഡവം തന്നെയായിരുന്നു. WWE ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്ന ആ പിള്ളേരുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നെക്സസിന്റെ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് നെക്സസ് വന്ന് ഇവരെ എല്ലാവരെയും തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോൺസിനെ മാത്രമായിരുന്നു നെക്സസിന്റെ ഉന്നമായിട്ടുണ്ടായിരുന്നത്. ജോൺസിനെയെ മാത്രമേ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജോൺസിനേക്ക് കൂട്ടായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഒരുപാട് പേരുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ എത്തുകയുള്ളൂ. ഈ കഥ നടക്കുന്ന സമയത്ത് WWE ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് ജോൺ സീന തന്നെയായിരുന്നു. അങ്ങനെ ഒരു റോ എപ്പിസോഡിൽ കാണികൾക്ക് തിരഞ്ഞെടുക്കാം ജോൺ സീനയുടെ എതിരാളി ആരാണ് എന്നുള്ളത് WWE പറയുകയുണ്ടായി. അങ്ങനെ 3 പേരായിരുന്നു ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഒന്ന് റൈ മിസ്റ്റീരിയോ, മറ്റൊന്ന് ജാക്ക് സ്വാഗർ, വേറൊന്ന് CM പങ്ക്. ഇതിൽ കാണികൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് CM പങ്കിനെയായിരുന്നു. CM പങ്ക് ആണെങ്കിൽ അന്ന് സ്ട്രെയിറ്റ് എഡ്ജ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ഷനുമായിട്ട് നടക്കുകയാണ്. ഒരു മുഖം മൂടി ധരിച്ച വേഷമെല്ലാം തന്നെയായിരുന്നു പങ്കിനുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ടുണ്ടായിരുന്നത് CM പങ്ക് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു മാച്ച്. ആ ഒരു മാച്ചിൽ രണ്ടുപേരും പറയേണ്ട ആവശ്യമില്ലല്ലോ, കിഡിലനായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം 5 നക്കിൾ ഷഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ സീനയുടെ മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ കഥ കടന്നു വരുന്നു. NXT എന്ന് പറഞ്ഞിട്ടുള്ള WWEയുടെ പുതിയ ഷോയുടെ ആദ്യത്തെ സീസണിൽ വിജയിച്ചിട്ടുള്ള വേഡ് ബാരറ്റ് മെല്ലനെ കടന്നു വരുന്നു. വേഡ് ബാരറ്റ് മാത്രമല്ല, NXTയുടെ ആദ്യത്തെ സീസണിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും WWE റിങ്ങിനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. CM പങ്കിന്റെ സ്ട്രെയിറ്റ് എഡ്ജ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ലുക്ക് ഗാലോസിനെയും മെമ്പേഴ്സിനെയും എല്ലാവരെയും ഈ ഒരു NXT താരങ്ങൾ അറ്റാക്ക് ചെയ്തിടുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ജോൺ സീന CM പങ്കിനെ പെട്ടെന്ന് തന്നെ എടുത്ത് റിങ്ങിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. പങ്കിനെയും ഇവരെല്ലാവരും കൂടി പഞ്ഞിക്കിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റിങ്ങിലാകെ ബാക്കിയുണ്ടായിരുന്നത് ജോൺ സീന മാത്രം. ജോൺ സീനയെ ഇവർ 8 പേരും വളയുന്നു. ജോൺ സീനയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം തന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് വേഡ് ബാരറ്റിന്റെ മോന്തക്കിട്ട് അടിക്കുന്നു. അതാ കിടക്കുന്നു. ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ ജോൺ സീനയെ റിങ്ങിലിട്ട് കുഴയ്ക്കുകയാണ് അവർ എല്ലാവരും കൂടി. അവിടെ കൊണ്ടും തീർന്നില്ല. ഇതെല്ലാം തന്നെ എന്താണ് പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കമന്റേറ്റേഴ്സിനിട്ടായിരുന്നു അടുത്ത അടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജെറി ലോളറും എല്ലാവരും അവിടെ വീണു പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് അനൗൺസറിനിട്ട് കിട്ടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെയുള്ള ഓഫീഷ്യൽസിന് എല്ലാവർക്കും കിട്ടുകയുണ്ടായി. അനൗൺസർ ടേബിളിൽ എടുത്ത് മറച്ചിട്ടു. അവിടെ മുൻപിലുണ്ടായിരുന്ന മാറ്റ് മുഴുവൻ പറിച്ചെടുത്തു. ആ സ്റ്റേജ്, ആ റിങ് അത് മുഴുവൻ പൊളിച്ചടുക്കി. ജോൺസിനെ അതിന്റെ നടുവിൽ കിടത്തിയിട്ടായിരുന്നു NXTയിലെ ഈ താരങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പേരായിരുന്നു നെക്സസ്. അതിനുശേഷം ഒഫീഷ്യൽസ് എല്ലാവരും കൂടി വന്നുകൊണ്ട് ജോൺസിനെ സ്ട്രക്ചറിൽ കടത്തിയിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ വേഡ് ബാരറ്റ് വന്നുകൊണ്ട് പറഞ്ഞു WWE ഒഫീഷ്യൽസ് അവരോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വന്ന് മാപ്പ് പറയണമെന്നാണ്. അപ്പോൾ വേഡ് ബാരറ്റ് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ടീംമേറ്റ്സും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെല്ലാവരെയും ഞാൻ റിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുള്ളത്. അവരെല്ലാവരും കൂടി കാണികളുടെ ഇടയിലൂടെ വരുന്നത് കണ്ടിട്ട് കമന്റേറ്റേഴ്സ് എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവർക്കും ഉണ്ടാകില്ലേ പേടി? എന്നിട്ട് വേഡ് ബാരറ്റ് ഓരോരുത്തരോടായിട്ട് സോറി പറയാൻ പറയുകയുണ്ടായി. ആ ടീമിലെ ഒരാൾ പോലും സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആർക്കും തന്നെ അവർ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുകൂടിയില്ല. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ വരുന്നു അപ്പോഴത്തെ WWEയുടെ ജനറൽ മാനേജർ ആയിട്ടുള്ള ബ്രാറ്റ് ഹാർട്ട് വന്നുകൊണ്ട്, നിങ്ങൾ വെറുതെ ജോൺസിനെ മാത്രമല്ല അറ്റാക്ക് ചെയ്തത്, ടൈം കീപ്പറിനെ അറ്റാക്ക് ചെയ്തു, കമന്റേറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്തു, ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഡ് ബാരറ്റ് അഥവാ NXT ടീമിന്റെ നെക്സസ് ടീമിന്റെ ലീഡർ ആയിട്ടുള്ള വേഡ് ബാരറ്റ് പറഞ്ഞു, ഇതുപോലെ തന്നെ നമ്മുടെ ടീമിലെ ഒരുത്തനും കൂടി ഇന്നലെ തോന്നുകയുണ്ടായി, ഇവരെ ഒന്നും തന്നെ അറ്റാക്ക് ചെയ്തത് ശരിയല്ല എന്ന്. അവൻ ഞങ്ങളുടെ ടീമിൽ നിന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്താക്കി. അവന്റെ പേര് ഡാനിയൽ ബ്രയാൻ. എന്നിട്ട് ബ്രാറ്റ് ഹാർട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജോൺ സീന ഫെറ്റൽ ഫോർവേ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പേപ്പർ വ്യൂവിൽ പോയി മത്സരിക്കും, അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ വേഡ് ബാരറ്റ് പറഞ്ഞു, ഞങ്ങൾക്കതിന് വേണ്ടത് ജോൺ സീനയല്ല, ഞങ്ങൾ വന്നത് ജോൺ സീനയെ തോൽപ്പിക്കാനോ ജോൺ സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല. ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി വേണം. NXTയിലെ ഷോ വിജയിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഏത് ഷോയിലും കിട്ടുമെന്നുള്ളത് പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ മത്സരിച്ച ഇവർക്കാർക്കും തന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല, WWE കോൺട്രാക്റ്റും ഇല്ല. എന്നാൽ ഈ വന്നിട്ടുള്ള എല്ലാവർക്കും WWE കോൺട്രാക്ട് കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ഒരു ആവശ്യം നിങ്ങൾ ഓക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി എല്ലാം തന്നെ നിർത്തി
നടത്തിക്കൊള്ളാമെന്നായിരുന്നു വേഡ് ബാരറ്റ് അവിടെ നിന്നും പറഞ്ഞത്. അപ്പോൾ തന്നെ ബ്രൈറ്റ് ഹാർട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ തരാൻ കഴിയില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ജോൺസിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ടും നമ്മളെ എല്ലാവരെയും അറ്റാക്ക് ചെയ്തതുകൊണ്ടും വേഡ് ബാരറ്റിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരെ ഞാൻ എടുത്തു കളഞ്ഞു. വേഡ് ബാരറ്റ് യു ആർ ഫയർഡ്. വേഡ് ബാരറ്റിനെ കമ്പനിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി. ഇപ്പോൾ വേഡ് ബാരറ്റും ബാക്കിയുള്ളവരും ഒരുപോലെ തന്നെയായി. ബ്രേക്ക് ഔട്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പൊസിഷൻ വരെ വേഡ് ബാരറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെ അവർ തിരിച്ചെടുക്കുകയുണ്ടായി. ആ ഒരു റോ എപ്പിസോഡിൽ തന്നെ ജോൺസിനെ റിങ്ങിലേക്ക് വന്ന് സംസാരിച്ചു. ഇവരെല്ലാവരെയും തന്നെ നമ്മുടെ ജനറൽ മാനേജർ ഫയർ ചെയ്തു. പക്ഷെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഈ നെക്സസ് ടീമിനെ വെല്ലുവിളിച്ച ജോൺസിനയുടെ മുൻപിലേക്ക് നെക്സസ് ടീമിലെ എല്ലാവരും കാണികളുടെ ഇടയിലൂടെ ഇറങ്ങി വരികയുണ്ടായി. സീനയെ എന്തായാലും പഞ്ഞിക്കിടുമെന്നുള്ളത് ഉറപ്പായി നിൽക്കുന്ന സമയം തന്നെയായിരുന്നു. അപ്പോഴതാ സീനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജെറി ലോളർ, ഇവൻ ബോൺ, ആർ ട്രൂത്ത്, വില്യം റീഗൽ, സാന്റിനോ മെറില്ല അങ്ങനെ ഒരുപാട് പേർ കയറി വരികയുണ്ടായി. നെക്സസ് ടീമിനെതിരെ ഇവരെല്ലാവരും കൂടി സീനയുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് പറയുകയുണ്ടായി. അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അതാ വരുന്നു മാർക്ക് ഹെൻറി. എന്നിട്ടും ഒരാളെ കൂടി വേണം. അതാ വരുന്നു നമ്മുടെ വൈപ്പർ റാൻഡി ഓർട്ടൺ. എത്ര വലിയ ശത്രുക്കളാണ് എന്നുണ്ടെങ്കിലും സ്വന്തം കമ്പനിക്കെതിരെ വേറെ ഏതെങ്കിലും ടീം വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കല്ലോ. ആ പരിപാടിയായിരുന്നു ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് വരുന്നു ഷെയ്മസും വന്നു. ഒരു പൈപ്പുമായി എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നു. എഡ്ജും വന്നു, എല്ലാവരെയും അറ്റാക്ക് ചെയ്തു. ഷെയ്മസ്, ജോൺ സീന, എഡ്ജ്, റാൻഡി ഓർട്ടൺ ഇവർ 4 പേരുമാണ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഫത്തൽ ഫോർവേ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ റിവ്യൂവിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നവർ. അങ്ങനെ WWE സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഇവരെ എല്ലാവരെയും ഓടിപ്പിക്കുകയുണ്ടായി. ഇവരെല്ലാവരും ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു. ജോൺസിനെയും റാൻഡി ഓർട്ടണും ടീമായിട്ട് എഡ്ജിനെതിരെയും ഷെയ്മസിനെതിരെയുമായിരുന്നു മാച്ച് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ നെക്സസ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസിന്റെ ഭാഗത്ത് WWE സൂപ്പർ സ്റ്റാർസ് നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മാച്ചിന്റെ ഏറ്റവും അവസാനമായി പെട്ടെന്ന് ലൈറ്റുകൾ മിന്നിക്കത്തുന്നത് കാണിച്ചു. അതാ ബാക്ക് സ്റ്റേജിൽ നെക്സസ് കയറി വരുന്നു. ചെയർ ഉപയോഗിച്ച് അവിടെ മുഴുവൻ അടിച്ചു പൊളിക്കുന്നു. ഒരാളെ അത് എടുത്തുകൊണ്ടുവരുന്നു. ആരാണത്? മറ്റാരുമല്ല, WWE റോ എപ്പിസോഡിന്റെ ജനറൽ മാനേജറായിട്ടുള്ള ബ്രൈറ്റ് ഹാർട്ട് ആയിരുന്നു. ബ്രൈറ്റ് ഹാർട്ടിനെ ഒരു ലിമോസിനിൽ കയറ്റി വെച്ചു. ആ ലിമോസിൻ കൊണ്ട് അവിടെയും ഇവിടെയും മറ്റേ കാറിലും എല്ലാം കൊണ്ടിടിപ്പിച്ചു. എന്നിട്ട് ഒരുപാട് തെറികളും വിളിച്ചുകൊണ്ട് നെക്സസ് ടീം അവിടെ നിന്നും നടന്നകന്നുപോയി. പിന്നീട് നടന്നത് ഫത്തൽ ഫോർവേ എന്ന് പറഞ്ഞ പേപ്പർ വ്യൂ ആയിരുന്നു. ജോൺസിന വേഴ്സസ് ഷെയ്മസ് വേഴ്സസ് എഡ്ജ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. നല്ല കിടുക്കാച്ച് മാച്ചായിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം എഡ്ജും റാൻഡി ഓർട്ടണും ഷെയ്മസും എല്ലാവരും പുറത്തായിരുന്നു. അപ്പോൾ ഇവരുടെ മാച്ച് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്ന WWE സൂപ്പർ സ്റ്റാറുകളെ ബാക്ക് സ്റ്റേജിൽ വന്ന് നെക്സസ് ടീം അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നെക്സസ് ടീം വീണ്ടും റിങ്ങിലേക്ക് കയറി വന്നു. ജോൺസിനെ പട്ടിയെ തല്ലുന്നത് പോലെ റിങ്ങിലിട്ട് തല്ലുകയുണ്ടായി. ഇത് തടയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന എഡ്ജിനെയും ഇവർ അടിച്ചൊതുക്കി. ജോൺസിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് റിങ്ങിലിട്ട് എഡ്ജിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ഷെയ്മസ് സീനയെ പിൻ ചെയ്തു ന്യൂ WWE ചാമ്പ്യനായി മാറുകയുണ്ടായി. നെക്സസ് അപ്പോൾ തന്നെ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നെങ്കിലും അവർക്ക് ഷെയ്മസിനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഷെയ്മസ് ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോയി. പിന്നീട് നെക്സസ് വന്ന് ജോൺസിനെ അവരുടെ എല്ലാവരുടെയും ഫിനിഷേഴ്സ് ചെയ്തു. അങ്ങനെയായിരുന്നു ആ ഒരു ഷോ അവിടെ അവസാനിച്ചത്. അങ്ങനെ ജോൺസിനേക്ക് തന്റെ കയ്യിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് അവിടെ നഷ്ടപ്പെടുകയുണ്ടായി. ഒരേ ഒരു കാരണം നെക്സസ്. ഷെയ്മസ് WWE ചാമ്പ്യൻഷിപ്പ് അവിടെ വിജയിക്കുകയുണ്ടായി. ഒരേ ഒരു കാരണം നെക്സസ്. റോ ജനറൽ മാനേജറിന് അറ്റാക്ക് പറ്റി പരിക്ക് പറ്റി പോവുകയുണ്ടായി. ഒരേ ഒരു കാരണം നെക്സസ്. അപ്പോൾ ഇനി എന്തായിരിക്കും നെക്സസിന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? നെക്സസ് ടീമിനെ ഒതുക്കാൻ വേണ്ടി ആരായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്? നെക്സസ് ടീമിന്റെ അവസാനം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും ഈ വീഡിയോ തുടരുകയാണെങ്കിൽ ഒരുപാട് നേരമായി പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം കാണാം. ഈ വീഡിയോക്ക് ഒരു 1K ലൈക്കുകൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്, നെക്സ്റ്റ് പാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും താരത്തിന്റെ മറ്റേതെങ്കിലും കിടിലൻ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.